കണ്ടിടം വേണ്ടിയാണ് നരമെന്ന് പറയുന്നത്. അങ്ങനെ കാട്ടാനെ കണ്ടു. കാട്ടാനെ കൊല വിളിക്കുന്ന കണ്ടിട്ട് കൊല വിളിക്കും. ആരെങ്കിലും കൊന്നിട്ട് ആന അലറും. ആന പറഞ്ഞു ആന നീ ആന കൊല വിളിക്കുന്നു പറയും. ഇപ്പോഴത്തെ കാലത്തൊന്നും ഇല്ല. പണ്ടത്തെ കാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം തെളിച്ച് ഹരിജനങ്ങൾക്കൊക്കെ വീട് കൊടുത്തില്ലേ, സ്ഥലം കൊടുത്ത് വീട് വെച്ച്. പിന്നെ ഇതില്ലേ പാമോയിലിന്റെ മരം, പാമോയിൽ എടുക്കുന്ന എണ്ണപ്പന. പിന്നെ ഞാൻ ഒരാളെ വെച്ചിട്ട് കലടയാറ്റില് കരിയിലെല്ലാം ഞങ്ങൾ വാരി വെച്ചിട്ട് കുളിക്കാൻ തുടങ്ങി. എൻ്റെ ചേച്ചി പുഴയിൽ നിന്ന് അലക്കുക. കലടയാ തന്നെയാണ്. പക്ഷെ അപകടപ്പെട്ട സ്ഥലമല്ല. ഭയങ്കര അപകടം. ചില സൂക്ഷിക്കണം. ചിലപ്പോൾ വലിയ കയമുണ്ടാവും, ചിലടത്ത് കയമില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ എല്ലാം കണ്ടു വെച്ചിട്ട് നടുക്കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി പോകും. ഒരിടത്ത് മറിഞ്ഞിട്ടുണ്ടാവും, അവർക്ക് ചുഴി ഉണ്ടാവും, കുറച്ച് ചുഴി ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഏത് കയത്തിലെടുത്ത് ചാടി നീന്തും. എൻ്റെ കൂടെ നീന്താനറിയാം. ഏത് കയത്തിൽ ഞാൻ ഇറങ്ങി ചാടി നീന്തും. എനിക്ക് വാശിയായിരുന്നു. ഇപ്പം ഞാൻ ആ കയത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഭയമാവുന്നു. എന്നിട്ട് ഞാനും ഈ അവിടെ എൻ്റെ കൂട്ടത്തിലുള്ള പെണ്ണിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഞാനൊക്കെ ഒരേ പ്രായമാണ്. വന്ന് കാലിലെ മണൽ മാറി കിട്ടപ്പം ചുഴിയിൽപ്പെട്ടപ്പം ഇവള് കുഴി പോയി. ഞങ്ങൾ ഇവിടെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കരയാൻ തുടങ്ങി. അവർ കരയാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടൊരു പിടുത്തം കിട്ടി. ഞാൻ ആ പാറയിൽ ഞാൻ കൈകൊണ്ട് പിടിച്ചിട്ട് അപ്പം ഇവള് എന്തായാലും ഇവിടെ ഇങ്ങനെ കൈ നീട്ടി തരുന്നു. എനിക്ക് ആ കുഴി കിടന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ട്, തുപ്പുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. ഒത്തിരി കുഴിയുണ്ടാവും. പിന്നെ കുഴി ഇങ്ങനെ ചുഴിഞ്ഞോണ്ടിരിക്കും. അവള് കുഴിയെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് കിട്ടി പാറയോട് പിടുത്തം കിട്ടി. അങ്ങനെ അവിടെ കൈ നീട്ടി തന്ന് ഞാൻ അവിടെ ഒരൊറ്റ വലിക്ക് കരക്കടിപ്പിച്ച് ഇവിടെ കരക്ക് കയറി വെള്ളമൊക്കെ ഛർദ്ദിച്ച് കുപ്പിക്കളഞ്ഞ് വീട്ടുകാരോട് പറഞ്ഞില്ലേ ഞങ്ങള്. പക്ഷെ ഇന്നാണല്ലോ എന്റെ പടവും എനിക്ക് അവാർഡും കിട്ടിയായിരുന്നു. എന്റെ പടം പേപ്പറിൽ വന്നതായിരുന്നു. അന്ന് പേടിച്ച് പറഞ്ഞില്ല. ഞങ്ങൾ ആറ്റി പോയിട്ട് ഞങ്ങൾ ഒരാളെ കളഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെ വലിയൊരു സംഭവം ഉണ്ടായി. എന്നാലും ഞാനത് ഇതിനകത്ത് പറഞ്ഞായിരുന്നു. ഞാൻ പാട്ട് ചോദിച്ചില്ലേ, റെഡി നിനക്ക് ഞാൻ പാട്ട് വെച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അയ്യോ ചേച്ചി കഷ്ടമായി പോയല്ലോ, ചേച്ചിക്ക് ഒരു അവാർഡ് കിട്ടിയായിരുന്നു ഇന്നത്തെ കാലത്താണെന്ന് പറഞ്ഞു. ശരിയാണ്. നാളെ അവളെ ഞാൻ കാണാൻ പോയി. എനിക്ക് കാണാൻ പോയിട്ട് മോളി അവളെ കാണാൻ പോയി. അപ്പോൾ പറഞ്ഞേ ഞാൻ നിനക്ക് ഞാൻ കയ്യെടുത്ത് തന്നപ്പോൾ നീ കയ്യെ പിടിച്ച് കയറ്റി ഓർമ്മയുണ്ടെന്ന് വെച്ചു. അത് കർത്താവിൻ്റെ കയ്യായിരുന്നു. അങ്ങനെ രാവിലെ പിടിച്ച് കയറ്റി ഞാൻ ഇന്ന് ഓർക്കുന്നു. ഞാൻ വേറെ ചോദിച്ചോട്ടെ, പ്രേതമുണ്ട്. അതാണ് എനിക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ്. പക്ഷേ പ്രേതം ഉണ്ടെന്നുള്ള സത്യമാണ്. കാരണം ഞങ്ങൾ അവിടെ ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മരിച്ചുപോയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് ആത്മാവുണ്ടെന്നുള്ള ശരിയാണ്. അപ്പച്ചനെ മരിച്ചു പോയിട്ട് അപ്പച്ചൻ എപ്പോഴും പുതപ്പിന് ചുറ്റി നല്ല അപ്പച്ചനാണ്. രാത്രി ഞങ്ങള് ഗ്രാമപ്രദേശമല്ലേ, രാത്രി അപ്പച്ചനെ മൂത്രം ഒഴിപ്പിക്കാൻ പുറത്തുകൊണ്ടേപ്പം ഈ അപ്പച്ചൻ പുതപ്പിന് ചുറ്റിക്കും. അത് തോന്നലായിരുന്ന എന്തോ ഞാൻ കണ്ട്. ഞാനിക്കിട്ട് അവിടുന്ന് മുള്ളിയാനെ റബ്ബർത്തോട്ടമല്ലേ പൂരാ പൂരട്ടോ. 6 മണി ആവുമ്പോഴേ ഭയങ്കരമായി ഇരുട്ടാ. രാത്രി 12 മണി ആയപ്പോൾ ഇരുട്ടാണ്. ആരെങ്കിലും മുള്ളാൻ പുറത്തു പോവോ? അപ്പൊ അവിടെ ഈ ഗ്രാമപ്രദേശം അപ്പൊ അവിടെ കുളത്തിൽ 6 മണിക്ക് കുളത്തിൽ തീർക്കണം. കുളത്തിൽ ഇങ്ങനെ 5 5:15 മുതൽ കുളത്തിലുണ്ടല്ലോ. നമ്മൾ സോപ്പൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊച്ചിയിലാണ് പോയിട്ടുണ്ട്. നീ വീട്ടിൽ പോയിട്ടില്ലേ? അവിടെ പണ്ട് താഴെ ഒരു കുളം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയൊരു കുളം. പണ്ട് ആ കുളം കുറച്ച് വലുതായിരുന്നു. 2 കുളം ഉണ്ടായിരുന്നു അവിടെ. അല്ലമ്മേ ഞാൻ പോയ സമയത്ത് 2 കുളം ഉണ്ടായിരുന്നു. അവിടെ നെറ്റ് കിട്ടണല്ലേ, മീൻ വരുമ്പോ പിടിക്കാൻ നെറ്റ് ഇട്ടില്ലേ? നെറ്റ് മീൻ വരുമ്പോ പിടിക്കാനല്ല, അത് അഴുക്ക് വേണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പണ്ട് കൊച്ചിലെ അതും 6 മണി സമയമായിട്ടുള്ളൂ. അവിടെ പുലിയൊക്കെ വന്നില്ലേ? പുലിയൊന്നുമില്ല. 6 മണി സമയത്ത് 6 മണി കാട്ടുപന്നി. ഇത് കേക്ക്. ഞാൻ കൊച്ചിലെ പോയ സമയത്ത് ആമക്ക് ഓർമ്മ ഉണ്ടാമേ എന്നെ പാമ്പ് പിടിച്ചത്. ഞാൻ ശരിക്കും കണ്ടത് അല്ലെ കാരണം എന്താ അതിന് രക്ഷപ്പിച്ച മൊന്തയും കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കാണിച്ച് കളിക്കുമായിരുന്നു. അങ്ങനെ പാമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി. അതെനിക്ക് ഓർമ്മയില്ല. അവിടെ അപ്പച്ചൻ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഉറങ്ങരുതെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. വിഷമില്ലാത്ത പാമ്പാണ്, ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാ വിഷം കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ പണ്ടൊക്കെ അത്താഴമൊന്നുമില്ല. ഇന്നത്തെ കാലം അത്താഴമൊന്നും ചിലരൊന്നും 12 മണിയാകുമ്പോൾ ഞാൻ പൊളിച്ചാൻ പറഞ്ഞിട്ടുണ്ട്. പൊളിച്ചാൻ പറയും 12 മണിക്ക് കുളത്തിൽ ആരും എല്ലാം മിച്ചമായി കിടക്കല്ലേ, ഇങ്ങനെ കിടക്കല്ലേ. കുളത്തിൽ ഭയങ്കര പൊളി നനയോ. ഞാനിവിടെ കുളത്തിൽ ഭയങ്കര പൊളി നനയോ. അവര് കുളിക്കുന്നു, നനയ്ക്കുന്നു. പിന്നെ അവിടെ പാലമരം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പാലമരം. ആരിത് പോയി നോക്കിയത്? ഈ കുളി തന്നെ ശബ്ദം കേൾക്കൂടി. രാത്രിയല്ലേ ശബ്ദം കേൾക്കുന്ന ശബ്ദം കുളിക്കാൻ വെള്ളം കുടിക്കുന്നൊക്കെ കേൾക്കാം. ചിലരുടെ കണ്ണിപ്പെടും. അതുപോലെ പാലച്ചോട്ടിൽ എപ്പോഴും ഉണ്ടാവും.
പാലപ്പൂ പൊഴിയുമ്പോൾ സമയത്ത് പാലത്തിൽ ഉറപ്പാവുണ്ട് പാലല്ലേ അത് പാലപ്പൂ പറക്കി മാല കുറക്കാൻ വന്നിരിക്കണമെന്ന് പറയുന്നത് പറയുന്നത് അങ്ങനെ പാലെടുത്ത് പോകത്തില്ല പേടിയാ എല്ലാവർക്കും പേടിയാ പാലെടുത്ത് പാല പോക്കുമ്പോഴേ പേടിയാ പാല കുത്തരെ പറയും പറയാമെന്ന് പറയും പ്രേതമുണ്ട് ഞാൻ തീ പേടിച്ചിട്ടുണ്ട് എന്നാലും ഞങ്ങൾ രണ്ട് സൈഡ് ഇതല്ലേ ഇതല്ലേ കയ്യ ഇത് പാലക്കെട്ടല്ലേ മലക്കെട്ട ഇവിടെ പാലക്കെട്ട നടക്കൂടെ അല്ലേ ഈ വണ്ടി പോകുന്നത് വെട്ടി നടക്കൂടെ ഓടിട്ട് വണ്ടി പോകുന്നത് നമ്മളവിടെ പോയ ഓർത്ത് എന്നിട്ട് ഞങ്ങൾ അപ്പച്ചും കടകളെ വൈകുന്നേരം കാണാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഈ ഇടുക്കി ഒരൊറ്റ ഓട്ടം നടക്കില്ല അതുപോലെ ഓടുമ്പോഴേ ആ സൈഡിൽ കുറച്ച് മണ്ണ് കൊണ്ടു പ്രേതം അമ്മ വെച്ചിട്ടുണ്ടോ ഇപ്പൊ നീ ഇവിടെ അപ്പുറം ശബ്ദം നീ സമ്മതിക്കോ അതുപോലെ അവിടെ തേയിലത്തോട്ടമുണ്ട് തേയിലത്തോട്ടത്തിൽ അതെനിക്കറിയാം അവിടെ ശരിക്കും ഉണ്ട് വെച്ചുപൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കാം രാത്രി ആയി കഴിഞ്ഞാൽ അവരുടെ പരിപാലനമാണ് രാത്രി നടക്കുക ഓടുക വിളിക്കുക വിളക്കെത്തിക്കുക അതെടുക്കുക ഇതെടുക്കുക ഭയങ്കര ശബ്ദങ്ങളായിരിക്കും ശബ്ദങ്ങളായിരിക്കും ശബ്ദങ്ങളാണ്